നമസ്കാരം. നമസ്തേ. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ നിലവിൽ ഭരണത്തിലേറി. പക്ഷെ ഭരണത്തിലേറുന്നതിന് മുമ്പ് അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണെന്നുള്ളൊരു കാര്യം. എന്താ പറയുക, ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ധവളപത്രം, ഈ ഒ ഡി എഫ് സർക്കാർ നിലവിൽ വന്ന കഴിഞ്ഞ 10 വർഷത്തെ ധവളപത്രം പുറത്തോട്ട് വിടും എന്നുള്ള സാധനങ്ങളൊക്കെ മുമ്പോട്ട് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിൽ സാധനം പറഞ്ഞു. അപ്പം നിലവിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉമ്മാക്ക് കാട്ടി പേടിപ്പിക്കേണ്ട എന്നുള്ളൊരു സംഭവം പറഞ്ഞായിരുന്നു. ഇപ്പോൾ യു ഡി എഫ് സർക്കാർ വി ഡി സതീശൻ ധനവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ വി ഡി സതീശൻ ഈ സ്ഥാനം സഭയിൽ വെക്കുമ്പം ഒരുപാട് തരത്തിലുള്ള കോൺട്രവേഴ്സിയാണ് പുറത്തോട്ട് വരുന്നത്. സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പ് വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. KSEB അതേപോലെ തന്നെ KSRTC ഒക്കെ വൻ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇത് സതീശൻ പഴയ ഗവൺമെൻറ് വെച്ചൊരു ചെക്കാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്നാൽ കേരളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ പ്രതിസന്ധിയിലെ 2-3 ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് കേരളത്തിൻ്റെ വലിയ രീതിയിലുള്ള കടം 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം. അത് ഭീമമായ ഒരു കടമാണ്. അത് കടം ഇന്ന് സത്യത്തിൽ ലോകത്തിലെ എല്ലാ വലിയ രാജ്യങ്ങൾ എടുത്താലും കടത്തിലാണ്. സത്യത്തിൽ അമേരിക്കയെ ഭീമമായ കടത്തിലാണ്. അമേരിക്കയെ പോലൊക്കെയുള്ള രാജ്യങ്ങൾ ഭീകര കടത്തിലാണ്. പക്ഷേ അങ്ങനെ കടമെടുത്താലും അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രശ്നം, കേരളത്തിൻ്റെ പ്രശ്നം ഈ ഭീമമായ കടം ആണെന്നല്ല ഞാൻ വിലയിരുത്തുന്നത്, തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് വളരെ കൃത്യമായിട്ട് ഉത്തരം ഈ ധവളപത്രത്തിൽ തന്നെ ഉണ്ട്. അതായത് കേരള സർക്കാർ കടമെടുക്കുന്നത് ദൈനംദിന ചെലവുകൾക്ക്, അതായത് ശമ്പളം കൊടുക്കാൻ, അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ, അതുപോലെ ഈ മുൻ ലോണ് എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ, അതിൻ്റെ പലിശ കൊടുക്കാൻ. ഇത് കേരള സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ തന്നെ ഒരു പ്രതീകമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊരു വ്യക്തിപരമായ നിരീക്ഷണമാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഡൽഹിയിലായിരുന്നു. അവിടെ തൊട്ട് ഞാൻ ഗൾഫ് പലയിടത്തും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെയൊക്കെ കണ്ട ഒരു കാര്യം, കടം വാങ്ങിച്ചാൽ ഒട്ടും തിരിച്ചു തരാത്ത ആൾക്കാരാണ് മലയാളികൾ. അതായത് ഞാൻ കണ്ടതിൽ 99.5% മലയാളികളും കടം വാങ്ങിച്ചാൽ തിരിച്ചു തരില്ല. വളരെ നിർധനരായ ബംഗ്ലാദേശികൾ പോലും കടം വാങ്ങിച്ചാൽ അത് തിരിച്ചു തരും. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നിർധനരായിട്ട്, അതായത് ഈ ഹോട്ടലിലൊക്കെ ക്ലീനിങ് പണി ചെയ്യുന്ന ബംഗ്ലാദേശികൾ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അവർ രാത്രി 11:30 വന്ന് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം എൻ്റെ ഇത് കടം വാങ്ങിച്ച നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇന്നും പൈസ തിരിച്ചു തരാത്തവരുണ്ട്. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. നമ്മൾ ചോദിച്ചാൽ അവരും നമ്മളും തമ്മിൽ ശത്രുക്കളാണ്. ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. അതായത് കടം വാങ്ങിച്ച് ചെലവഴിക്കുക. ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാണ്. കടമൊക്കെ ചിലപ്പോൾ മനുഷ്യനാണെങ്കിൽ കടം വാങ്ങിക്കുന്നു, എനിക്ക് എൻ്റെ കാശ് കിട്ടുമ്പോൾ തരും. ഇങ്ങനെ ഒരു ധാർഷ്ട്യത്തിലേക്ക് നമ്മൾ ഈ കടം വാങ്ങിക്കുന്നവൻ നീങ്ങും. അതവിടെ നിൽക്കട്ടെ. ഈ സംസ്ഥാനത്തിൻ്റെ ഈ അവസ്ഥയിലേക്ക് നമുക്ക് വരാം. കേരളത്തിൻ്റെ പ്രതിസന്ധി, കേരളം വാങ്ങിക്കുന്ന കടം ചെലവഴിക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്കാണ്. അതായത് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന പദ്ധതി വിഹിതം കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഈ ആകെ അവശേഷിക്കുന്ന ഏതാണ്ട് 22% എന്തോ ആണ്. അതായത് സർക്കാരിൻ്റെ ടോട്ടൽ റവന്യൂ റെസിപ്റ്റിൻ്റെ വെറും 22% മാത്രമേ, ടോട്ടൽ റെസിപ്റ്റിൻ്റെ 22% മാത്രമാണ് സർക്കാരിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത്. അത് തന്നെ വേറൊരുപാട് എക്സ്പെൻസ് ദൈനംദിനം വരും. അപ്പോൾ ക്യാപിറ്റൽ മൂലധന നിക്ഷേപം നടത്താൻ സർക്കാരിൻ്റെ ഈ കാശില്ല. സ്വകാര്യ മേഖലയെ നമ്മൾ അനുവദിക്കത്തുമില്ല. പിന്നെ എങ്ങനെ കേരളത്തിൽ വ്യവസായം വരും? കേരളത്തിൻ്റെ കടത്തിൻ്റെ ഒരു ഞാൻ ഇപ്പം പറയുമ്പോൾ അത് ആ കണക്കുകളിലൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ കേരളം ശമ്പളം, പെൻഷൻ, അതുപോലെ പലിശ, മുൻപെടുത്ത ലോണുകളുടെ പലിശ, തിരിച്ചടവിന് വേണ്ടിയിട്ടുള്ള പലിശ, ഈ മൂന്നിനുമായിട്ട് 77.67% നമ്മൾ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ
മറ്റു സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ തൊട്ടടുത്ത നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം വെച്ച് ആവറേജ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എത്രമാത്രമാണ് അതിന് വരുമാനത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് നോക്കാം. അത് 48%, അതായത് അവരുടെ ഒക്കെ കയ്യിൽ മൊത്തം വരുമാനത്തിന്റെ 50% മുകളിൽ മൂലധന നിക്ഷേപത്തിനായിട്ട് സ്വന്തം സംസ്ഥാനത്ത് വ്യവസായങ്ങളോ മറ്റു വികസന പ്രവർത്തനങ്ങളോ തുടങ്ങാനായിട്ട് അവരുടെ കൈവശമുണ്ട്. കേരളത്തിന്റെ കൈവശമില്ല. കേരളത്തിന്റെ കൈവശം എല്ലാം കൂടെ കണക്കിലെടുത്ത് ബാക്കി പോയി കഴിയുമ്പോൾ വെറും 20% കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. അത് തന്നെ വേറെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പൊ കേരളത്തിന് പ്രായോഗികമായിട്ട് കേരളത്തിന് മൂലധന നിക്ഷേപം നടത്താനായിട്ട് ഒന്നും കൈവശമില്ല. ആ ഒരു ദയനീയ സ്ഥിതിയിലാണ്. അതൊരു ഭാഗത്ത്. ഇനി ഈ സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ കടം വാങ്ങിക്കാൻ ഓരോരുത്തർക്കും ഓരോ ശേഷിയുണ്ട്. ഇപ്പൊ ഈ ബാങ്കുകളൊക്കെ സിബിൽ സ്കോർ എന്നൊക്കെ പറയുമല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ ശേഷിയുണ്ട്. അതായത് അതിൻ്റെ ഒരു ഐഡിയൽ കണക്കെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP-യുടെ 20% നമുക്ക് ലോൺ എടുക്കാം. അതായത് നമ്മുടെ മൊത്തം പിന്നെ വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത് എന്താണ്? GDP എന്ന് പറയുന്നത് സം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഇൻ ആൻ ഇയർ. അതായത് പിന്നെ സാധന സാമഗ്രികളായാലും സർവീസ് ആയാലും ഇതൊക്കെ ഒരു വർഷം ഒരു സംസ്ഥാനത്ത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെ മൊത്തം മൂല്യം എടുക്കുക. ആ മൂല്യത്തിൻ്റെ 20% നമുക്ക് ലോൺ എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഐഡിയൽ സ്ഥിതി. പക്ഷേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇതിൽ കൂടുതൽ ലോൺ ഉണ്ട് അവർക്ക്. 27-28% മിക്ക ഒരു ആവറേജ് ഇന്ത്യയിൽ. പക്ഷെ കേരളം വരുമ്പോഴത്തേക്ക് അത് 34.7%. ഇടയ്ക്ക് ഈ കോവിഡിന് മുമ്പ് അത് 38% കൂടുതലായി. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലോണ് നമുക്ക് കിട്ടാതായി പലപ്പോഴും. അങ്ങനത്തെ ഒരു സ്ഥിതി വരും. സാമ്പത്തികമായിട്ട് ദുർബലമായ ഒരു സംസ്ഥാനത്തിന് ഒരു ദുർബലനായ വ്യക്തിക്ക് ലോൺ കിട്ടത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും ലോൺ എടുക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഒന്ന് കടം ചോദിക്കുന്ന ചില ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരെ കാണുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഓടിപ്പോയി. ചിലർ തലയെ മുണ്ടിട്ടുണ്ട്, ചിലർ വീട് തുറക്കത്തില്ല, ചിലർ കുട്ടികളോട് പറയാ പിന്നെ അച്ഛനോട് ഇല്ല എന്നൊന്ന് പറഞ്ഞേക്കാൻ പറയും. അപ്പൊ അത്തരം ആൾക്കാർക്ക് പിന്നീട് ലോൺ കിട്ടാതിരിക്കുന്ന അവരെടുക്കാത്തതുകൊണ്ടല്ല, അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ അതാണ്. അതായത് ഈ വസ്തുതകളൊക്കെ വിരൽ ചൂണ്ടുന്നത് പ്രാഥമികമായിട്ട് നമ്മുടെ അതിദയനീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടാണ്. സതീശന് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പറഞ്ഞില്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കൂടാൻ തുടങ്ങുന്നു. നമുക്കറിയാം LDF സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ക്ഷേമ പെൻഷനുകളൊന്നുമില്ല. അതായത് ഇപ്പം ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് വലിയ സമരം നടത്തി. എന്തുകൊണ്ടാണ്? അവർക്ക് ശമ്പളം വളരെ കുറവാണ് കേട്ടോ. ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സർക്കാരിന് പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ പറയും പിന്നെ പിണറായി വലിയ കാറിൽ നടക്കുന്നു മറ്റേ, അതൊക്കെ ശരിയാണ്. ദൂർത്ത് ഒരു ഭാഗത്ത് ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ദൂർത്തു നിയന്ത്രിച്ചത് കൊണ്ടോ ഒന്നും കേരളത്തിന് രക്ഷയില്ല. കാരണം വരുമാനം വർദ്ധിപ്പിച്ചേ പറ്റും. അതായത് നിങ്ങൾക്കിപ്പം പിന്നെ ഒരു പരിധിയിൽ കുറവാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് ചെലവ് നിങ്ങൾ എത്ര കുറച്ചാലും ശരി നിങ്ങൾക്ക് പിടിച്ചു ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാനമില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളം പ്രായോഗികമായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ എൻ്റെ അഭിപ്രായമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വികസന കുതിപ്പിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പം അതായത് ഞാനിപ്പം നിങ്ങൾ പറയുന്ന കേരളത്തിൽ വരുന്നത് ഈ നമ്മൾ ബംഗാളികൾ എന്ന് പറയുമെങ്കിലും മുഖ്യമായിട്ടും ബംഗാൾ, ബീഹാറിൻ്റെ കിഴക്കൻ ഭാഗം, ആസാം, ഒഡീഷ, ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു 70-80% കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അതായത് ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയാണ് കേരളത്തിലെ ഹ്യൂമൻ റിസോഴ്സസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഒഡീഷയിലേക്ക് ഇപ്പോൾ തന്നെ തുടങ്ങി വച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 3.5 ലക്ഷം കോടിയുടേതാണ്. 8 ലക്ഷം കോടിയുടെയാണ് ഈ വർഷം മൊത്തം അവർ നടപ്പാക്കാൻ പോകുന്ന വികസനം. 3.5 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അത്
ഇതെല്ലാം സ്വകാര്യ മേഖലയാണ്, ഭീമമായ നിക്ഷേപമാണ്. ആസാമിൽ ഭീമമായ നിക്ഷേപം വരികയാണ്. ബംഗാളിൽ ഇനി വരാൻ പോകുന്നു. ബംഗാളിൽ 5 രൂപയ്ക്ക് ചോറും മീൻകറിയും എന്നുള്ള ഒരു പദ്ധതി ഈ പുതിയ സർക്കാർ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അന്യസംസ്ഥാനത്ത് തൊഴിലാളികളെ കേരളത്തിൽ കിട്ടാതെ വരും. പണ്ട് കേരളത്തിലെ നിറയെ തമിഴന്മാരായിരുന്നു ജോലിക്ക് വന്നിരുന്നത്. പക്ഷെ തമിഴ്നാട്ടിലെ ക്ഷേമ പദ്ധതികളാണ് കേരളത്തിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിച്ചത്. അത് ഇപ്പൊ തമിഴ്നാട്ടിൽ, ഞാൻ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പൊ 800 തൊട്ട് 1000 രൂപ വരെ തിരുവനന്തപുരം ജില്ലയിൽ കൂലി കിട്ടുമെങ്കിൽ 700 തൊട്ട് 800 850 രൂപ വരെ 800 രൂപ വരെ 600 തൊട്ട് 800 രൂപ വരെ തിരുനെൽവേലിയിൽ പോലും കൂലി കിട്ടും. ആ അവസ്ഥയെത്തി. അപ്പോൾ അവര് തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്തിട്ട് പിന്നെ വണ്ടിക്കൂലിയും ഭക്ഷണത്തിനുള്ള കൂലിയും കളഞ്ഞിട്ട് അവർ പോവില്ല, അവരവിടെ തന്നെ നിൽക്കും. തമിഴന്മാരെ ഇന്ന് നമുക്ക് കാണാനില്ല. പണ്ട് എറണാകുളത്ത് കലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവിടെ 2001 കാലഘട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും പിന്നെ നമ്മൾ രാവിലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ കലൂർ ബസ് സ്റ്റാൻഡിൽ ഒരു 1000-2000 തമിഴന്മാർ കാണും. ഇവരെയാണ് അവിടെ വന്ന് ഓരോരുത്തർ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇന്ന് അതേ സ്ഥിതി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും പല പല കവലകളിലും ജംഗ്ഷനുകളിലും ഈ ബംഗാളികളെന്ന് പറയുന്ന, ഞാൻ ഈ പറയുന്ന 3-4 സംസ്ഥാനങ്ങളിലെ പൊതുവെ നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്നവരെ കാണാം. പക്ഷെ അവരും ഇന്നില്ല. കേരളത്തിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുള്ളത് ഏതാണ്ട് 35 ലക്ഷമാണെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ കൂടുതൽ കാണുമായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, കേരളത്തിൽ നിന്ന് പുറത്ത് ഉള്ള പ്രവാസികളുടെ എണ്ണവും ഏതാണ്ട് ഇത് തന്നെ. കേരളത്തിലെ പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്ന റെമിറ്റൻസ് അത്രയൊന്നും പുറത്തേക്ക് പോകുന്നില്ലെങ്കിലും ഒരു നല്ല ശതമാനം കൂലി എന്നുള്ള നിലയിൽ ഇപ്പൊ കേരളത്തിന് പുറത്തേക്കും പോകാൻ തുടങ്ങി. അതായത് അവർ കേരളത്തിൽ ചെലവഴിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയ റെമിറ്റൻസിൽ നിന്നും വരുന്ന തുക ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ ചെലവഴിക്കുന്നുണ്ട്. അതായത് ഗൾഫ് മലയാളികളാണ് കേരളത്തിന്റെ നട്ടൽ. ഗൾഫ് മലയാളി ഇല്ലെങ്കിൽ കേരളമില്ല. കേരളത്തിലെ ഈ പിന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടത് അവിടുന്ന് വരുന്ന പണത്തിന്റെ ഒഴുക്ക് കൊണ്ടാണ്. ആ പണത്തിന്റെ ഒഴുക്ക് ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രാദേശിക സമ്പദ്ഘടന തകരും. അങ്ങനെ പ്രാദേശിക സമ്പദ്ഘടന തകരുമ്പോൾ കടകളിൽ കച്ചവടം ഇല്ലെങ്കിൽ GST എങ്ങനെ കിട്ടും? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. കേരളത്തിൽ എന്ത് തൊഴിലവസരമാണ്? ഇപ്പൊ ഞാൻ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാനുള്ളതുണ്ട്. തമിഴ്നാട്ടിലെ ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന നിക്ഷേപം എന്ന് പറഞ്ഞാൽ 5000 കോടി 10000 കോടിയൊന്നുമല്ല. അത് 1 ലക്ഷം കോടി 5 ലക്ഷം കോടി എന്നുള്ള നിലയ്ക്കാണ്. തമിഴ്നാട് നിങ്ങൾ എടുത്തു നോക്കുക, ഈ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്നത് ഡിട്രിയോട്ട് പോലാണ്. അത്രയധികം കാർ ഫാക്ടറികളുണ്ട്. കർണാടക നിങ്ങൾ എടുത്തു നോക്കുക, ഇന്ത്യയിലെ സിലിക്കോൺ വാലിയാണ് ബാംഗ്ലൂർ. കേരളത്തിലെ പിന്നെ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയി ജോലി ചെയ്യാത്ത എത്ര പേരുണ്ട്? പലപ്പോഴും അവർ ഉല്ലസിക്കാൻ പോലും ബാംഗ്ലൂരിൽ പോവുക. അതായത് അവിടെ കേരളത്തിന്റെ എക്കണോമിയിലല്ല അവർ ചെലവഴിക്കുന്നത്. പല ആൾക്കാരെ എനിക്കറിയാം, അതിർത്തി വിട്ടിട്ട് പോയിട്ട് ഇപ്പം കാസർഗോഡ് ജില്ലയിലുള്ള പല ആൾക്കാരും ഹോട്ടലുകളിൽ ഒന്ന് ഉല്ലസിക്കാനായിട്ട് പോകുമെങ്കിൽ അവർ മംഗലാപുരത്താണ്. കാരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പല പല കാരണങ്ങളുണ്ട് അതിന്. സാമൂഹിക കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ ഇപ്പം മലയാളികളെ ലക്ഷ്യമാക്കിയിട്ട് ഈ പിന്നെ മാഹിയിലും മറ്റേ മംഗലാപുര പിന്നെ ഉള്ളാൾ പ്രദേശത്തും ഒക്കെ ഒരുപാട് ബാറുകളുണ്ട്. മലയാളികളെ ലക്ഷ്യമാക്കിയിട്ടാണ് അവർ പിന്നെ ഞാൻ പറയുന്നത്, ഇത്രയും കാശ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. സതീശനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കേരളം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടതുപക്ഷം ഫോൾസ് നറേറ്റീവ്സ് സൃഷ്ടിച്ച് മലയാളികളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ഒന്നാമത്തെ ഫോൾസ് നറേറ്റീവ്, നമ്മൾ വിദ്യാഭ്യാസത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ പുറത്ത് പോയി ജോലി ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് പൈസ അയച്ചോളൂ, പൈസ ഉള്ളിടത്തോളം കാലം നമുക്ക് കൃഷിയും വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല, വെളിയിൽ നിന്ന് വരുന്നത് നമുക്ക് വാങ്ങിക്കാം. എന്ത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ ഗൾഫിൽ പൗരത്വം അവർ കൊടുക്കാതിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഗൾഫിൽ പോകുന്നവർ ഇങ്ങോട്ട് പൈസ അയക്കുന്നത്. നേരെ മറിച്ച് ഗൾഫിൽ 10 കൊല്ലം 5 കൊല്ലം താമസിക്കുന്നവർക്ക് PR കിട്ടും, പെർമനന്റ് റെസിഡൻസി കിട്ടുമെന്നിരിക്കുക. 10 കൊല്ലം താമസിക്കുന്നവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം എന്ന് അങ്ങനെ ഒരു നിയമം അവിടെ വരിക. സംഗതി മാറും. അവരാരും ഇങ്ങോട്ട് പൈസ അയക്കില്ല. യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ പോകുന്ന മലയാളികൾ നാട്ടിലെ വീടും അതുപോലെ പറമ്പും ഒക്കെ പണയപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അവരിങ്ങോട്ട് പൈസ അയക്കില്ല. കാരണം അവിടുത്തെ ജീവിത ചെലവ് അങ്ങനെ, അവിടുത്തെ ജീവിത രീതിയാണ്. അവർക്ക് PR കിട്ടും, അവർക്ക് നാളെ സിറ്റിസൺഷിപ്പിനും അപ്ലൈ ചെയ്യാം. അല്ലാതെ തിരിച്ചു വരാൻ വേണ്ടി ആരും പോകില്ല.
അമേരിക്കയിൽ പോയ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അവരുടെ മക്കളൊന്നും തിരിച്ചു വരില്ല. അവർക്ക് കേരളം വേണ്ട. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവരോ, അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ മൈഗ്രേഷൻ പാറ്റേണിൽ ആരും തിരിച്ചു വരാൻ പോകുന്നില്ല. അതായത് കേരളത്തിലേക്കുള്ള റെമിറ്റൻസ് വരുന്ന 5 കൊല്ലത്തിനുള്ളിൽ ഡ്രാസ്റ്റിക് ആയിട്ട് താഴോട്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം സംസ്ഥാനം വളരെ കൃത്യമായിട്ട് ഈ വരാനിരിക്കുന്ന പ്രതിസന്ധി മുന്നിൽ കണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, നമുക്ക് കൃത്യമായിട്ടൊരു പദ്ധതി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം അവതാളത്തില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനെടുക്കെ 2005 ഞാൻ കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് വലിയ എണ്ണമാവും അങ്ങനെ. അപ്പോൾ അദ്ദേഹം എന്നോട് ചിരിച്ചു, അത് ഹരി ചുമ്മാതെ ആവശ്യമില്ലാത്ത കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണെന്ന്. പക്ഷേ ഞാനിന്ന് എന്നെ ഈ ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ ഈ നേതാവിനെ കാണുമ്പോൾ അദ്ദേഹം, മറ്റൊരു നേതാവുമുണ്ട്, അദ്ദേഹം അയാളോട് പറഞ്ഞു, ഈ വ്യക്തി എന്നോട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ മഹത്വം പറയുമല്ല, ഞാൻ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പേർക്ക് അത് അറിയാമായിരുന്നു. എന്നോട് കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാനത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുക്കെ പറയുന്നത്. അപ്പോൾ ഈ പിന്നെ നമുക്കറിയാം, മുൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായ മേരി ടീച്ചറൊക്കെ എൻ്റെ അധ്യാപകയും കൂടാണ്. മേരി ടീച്ചർ പിന്നെ പല ചർച്ചകളിലും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മേരി ടീച്ചർ നിരന്തരം ചർച്ചകളിൽ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അപകടത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചും പറയുന്നു. കേരളത്തിന് ആവശ്യമായ ഭക്ഷണം പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. 1970-കളിൽ കേരളത്തിൽ കൃഷി ചെയ്തിരുന്നത്, പിന്നെ നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി എന്ന് പറയുന്നത് 7 ലക്ഷം ഹെക്ടറിന് മുകളിലാണ്. ഇന്ന് അത് 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ്. കേരളത്തിന് അരി പോലും കേരളത്തിൽ കേരളത്തിലെ കേരളം എന്ന പേര് തന്നെ വരുന്നത് കേരം എന്ന വാക്കിൽ നിന്ന്. ആ കേരത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറവ് കേരളത്തിലാണ്. പ്രൊഡക്ടിവിറ്റിയാണ് ഞാൻ പറയുന്നത്, എണ്ണമല്ല. പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു തെങ്ങിൽ നിന്നും കിട്ടുന്ന തേങ്ങ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ കേരളത്തിനേക്കാൾ വളരെ കൂടുതലാണ്. പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും നമ്മൾ വളരെ കുറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് വളരാനുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു. 70-കളിൽ ഈ കേരളത്തിൽ കെൽട്രോൺ തുടങ്ങുമ്പോൾ സൗത്ത് കൊറിയ ഇലക്ട്രോണിക് മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ അവരുടെ ഒരു പിന്നെ എന്താണ് അതിന്റെ തുടക്കം 64-ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് വെറും 8 വർഷമേ മാത്രമായിരുന്നു കേരളം പിന്നിൽ. പക്ഷെ ഇന്ന് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇന്ന് കേരളം തുടങ്ങിയെടുത്ത് തന്നെയാണ്. കെൽട്രോൺ വലിയൊരു കമ്പനിയായിട്ട് വന്നിട്ട് അത് താഴോട്ട് പോകും. ഇന്ന് കെൽട്രോണിന്റെ ബ്രാൻഡ് കേരളത്തിൽ വിസിബിളേ അല്ല. ഒരു സമയത്ത് കെൽട്രോണിന്റെ റെഫ്രിജറേറ്റർ, കെൽട്രോണിന്റെ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ വ്യവസായം തകർന്നു. കേരളത്തിലെ കശുവണ്ടി മേഖല തകർന്നു. പരമ്പരാഗത വ്യവസായങ്ങൾ, കയർ മേഖല തകർന്നു. കശുവണ്ടി മേഖല, കേരളത്തിലെ വ്യവസായികൾ തന്നെ ആഫ്രിക്കയിലും വിയറ്റ്നാമിലും ഒക്കെ പോയി. കേരളത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വിയറ്റ്നാം കേരളത്തിനേക്കാൾ വലിയ എക്സ്പോർട്ടറായി. ചുരുക്കി പറഞ്ഞാൽ ഒരു പുനർവിചിന്തനം നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് വലിയ രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു ദുസ്വപ്നവും ചീത്ത ഒരു പ്രവചനം നടത്തുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഞാൻ യാഥാർത്ഥ്യം പറയുകയാണ്, ഇതുകൊണ്ട് വലിയ മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ ഒരു ദുരിതത്തിന്റെ നാളുകളിലൂടെ കടന്നുപോയി ഒരു റീസൈക്ലിംഗ് കേരളത്തിൽ ഉണ്ടാകും പല രീതിയിൽ. അത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ. വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ രീതിയിൽ ധവളപത്രത്തിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷെ സതീശൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്തായാലും നമുക്ക് കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, കാത്തിരുന്ന് കാണാം.